ഈ കേരളത്തിൽ 8 പേരെ മാറാട് വെട്ടിക്കൊന്നു. അന്ന് മൻമോഹൻ സിംഗ് അല്ല, അന്ന് നേരത്തെ ഉണ്ടായിരുന്ന ആള് പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ല, ഞാൻ മോഡി മറുപടി പറയണം. ഇവർക്കൊന്നും അത് ബാധകമല്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇതേ മാധ്യമങ്ങൾ തന്നെയാണ് നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയാകാൻ നരേന്ദ്രമോദിയെ പൊക്കി പറഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ മാധ്യമങ്ങളൊന്നും കുഴപ്പമില്ലായിരുന്നോ? രാഷ്ട്രീയ പ്രവർത്തകർ അവർക്ക് അവരുടെ പരിമിതികൾ ഉണ്ടാവും. അവർ പറയുന്നത് നേരത്തെ നിർണയിക്കപ്പെട്ട ചില കാര്യങ്ങളാണ്, നിശ്ചിതമായ ചില കാര്യങ്ങളാണ്. താങ്കൾ എന്ത് പറയുന്നു? ഇത്തരത്തിലുള്ള ഒരു രീതി ഈ നാട്ടിൽ നടക്കുമ്പോൾ അതിനെക്കുറിച്ച് ഇതുപോലൊരു വേദിയിൽ പോലും, അഭിജാതമായ കേരള സമൂഹത്തിൽ പോലും ഇത്തരം അഭിപ്രായങ്ങൾ ഉണരുമ്പോൾ എന്ത് പറയുന്നു ജോൺ? തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള ചിന്തകളാണ് വളരേണ്ടത്. വിഭാഗീയത വളർത്തുന്ന രീതിയിലുള്ള ഏത് രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തുനിന്നും സാമുദായിക സംഘടനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത് എന്നൊരു കാഴ്ചപ്പാടാണ് മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. ബീഫ് എന്നുള്ളത് ഇവിടുത്തെ മനുഷ്യർക്ക് അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കട്ടെ, അതിനെ എന്തിനാണ് നമ്മൾ തടയാൻ പോകുന്നത്? അതിന് പകരം ബീഫ് എന്നതിനെ ഒരു സിംബോളിക് ആക്കിക്കൊണ്ട് അതിൽ വഴി ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ ഒരു സാമുദായിക ധ്രുവീകരണം ലക്ഷ്യമിടുമ്പോൾ അവിടെയാണ് വിഭാഗീയത വരുന്നത്. BJP അല്ലെങ്കിൽ അവരെ പിന്തുണയ്ക്കുന്ന മറ്റ് സംഘപരിവാർ സംഘടനകൾ ബീഫിൽ ഒരു രാഷ്ട്രീയം കാണുന്നു. ആ രാഷ്ട്രീയം വളർന്നു വരുമ്പോൾ സ്വാഭാവികമായും അതിനെ ചെറുക്കുന്നതിന് മറ്റ് രാഷ്ട്രീയ സംഘടനകളോ സാമുദായിക സംഘടനകളോ മുന്നോട്ട് വരും. അവിടെയാണ് വിഭാഗീയത വരുന്നത്. ഇതിൻ്റെ അവസാനമാണ് ഇപ്പോൾ കാണുന്നത്. ഒരു നേതാവ് പറയുന്നു, പ്രാദേശിക നേതാവായിരിക്കാം, അദ്ദേഹം പറയുന്നു ബീഫിൻ്റെ കാര്യത്തിൽ കർണാടക മുഖ്യമന്ത്രിയെ തലയറുത്ത് ഞാൻ നൃത്തം ചെയ്യും. ഇത്തരത്തിലുള്ള ഫീലിങ്ങുകൾ അല്ലെങ്കിൽ വികാരങ്ങൾ മനുഷ്യരിലേക്ക് കുത്തിവയ്പ്പിക്കപ്പെടുവാൻ ഇത്തരം സബ്ജക്റ്റുകൾ ഉപയോഗപ്പെടുത്തരുത്. അതിനെ താങ്കളോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇത് പറയുമ്പോൾ പലപ്പോഴും ഇത് കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നേരത്തെ ഉയർന്നത് ഇതൊക്കെ അവിടെ നടക്കുന്ന കാര്യങ്ങൾക്ക് ഇവിടെ കേരളത്തിൽ ഇങ്ങനെ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് കാക്കനാട്ട് ഒരു മാംസക്കടയുടെ മുമ്പിൽ, ഔദ്യോഗിക മാംസക്കടയുടെ മുമ്പിൽ സർക്കാരിൻ്റെ രണ്ടാളുകൾ എത്തുകയും മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യയുടെ ഓഫീസിൽ 2 ആളുകൾ എത്തുകയും ഇവിടെ ബീഫ് വിൽക്കാൻ അനുവദിക്കില്ല എന്ന് പറയുകയും സ്ത്രീ ജീവനക്കാർ ഭീതിയോടെ അതിനെ നേരിടേണ്ട ഒരു അവസ്ഥയുണ്ടായി. കേരളം ഇതിൽ നിന്ന് വിമുക്തമാണോ? നമ്മളിത് ചർച്ച ചെയ്യാതിരുന്നാൽ എവിടെ എത്തും? അല്ല, ഇതിനകത്ത് പത്മകുമാറിൻ്റെ അദ്ദേഹത്തിൻ്റെ അറിവിലേക്ക് വേണ്ടി ഞാൻ പറയുന്നത്, ഈ കാര്യത്തിനകത്ത് ഇവിടെ നിലനിൽക്കുന്ന ഭരണക്രമം, മോഡിയുടെ ആഭിമുഖ്യത്തിൽ ഭരണക്രമമുണ്ട് ഇന്ത്യയിൽ. ഒന്നിനു പിറകെ ഒന്നായി സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എപ്രകാരമാണ് ആ ഭരണക്രമം പ്രതികരിച്ചത് എന്നാണല്ലോ നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. അതിനകത്ത് സാക്ഷി മഹാരാജ് MP ഉണ്ട്. പലപ്പോഴും അദ്ദേഹം അസഹിഷ്ണുത പ്രകടിപ്പിച്ചിട്ടുണ്ട്, നടപടിയെടുത്തിട്ടില്ല. നേരത്തെ താങ്കൾ സൂചിപ്പിച്ചത് മാതിരി സ്വാധി പ്രാജി ഇപ്പോഴല്ല പറയുന്നതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്, നടപടിയെടുത്തിട്ടില്ല. അങ്ങനെ MLA-മാർ, MP-മാർ, അദ്ദേഹത്തിൻ്റെ തന്നെ മന്ത്രിസഭയിലെ മന്ത്രി ഒക്കെ ഇത് പറയുമ്പോഴും ഒരു നടപടിയും എടുക്കുന്നില്ല. പത്മകുമാർ എടുക്കുമെന്ന് പറയുന്നത് ഒരുപക്ഷെ മലയാളിയായ പത്മകുമാറിൻ്റെ സെൻസിബിലിറ്റി മോഡിയുടെ സെൻസിബിലിറ്റിയേക്കാൾ വളർന്ന ഒരു കാര്യമായതുകൊണ്ട് ഇപ്പോഴെങ്കിലും ഒന്ന് എടുക്കണമെന്ന് അദ്ദേഹം ഉള്ളുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടാവും. ഒന്ന് പറഞ്ഞു നിൽക്കണമല്ലോ ചർച്ചയ്ക്ക്. ഞാൻ പറയുന്നത് സത്യത്തിൽ നടപടിയെടുക്കാനുള്ള പരിപാടിയില്ല. ഈ ഓരോ പ്രദേശത്ത് നടക്കുന്ന സംഭവഗതികൾ ഞങ്ങളുടെ അറിവോ സമ്മതമോ കൂടെ അല്ല എന്ന് മോഡി വിചാരിക്കുന്നു എങ്കിൽ അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരിലൂടെയെങ്കിലും നടപടിയെക്കുറിച്ച് ഞങ്ങൾ എടുക്കുമെന്നും ദേശത്തോട് മൻ കി ബാത്ത് പറയുന്ന ആളാണല്ലോ, ദേശത്തോട് കഴിഞ്ഞ മൻ കി ബാത്തിന് സമയത്ത് ദാദ്രിയെക്കുറിച്ച് ഒരു അക്ഷരം അത്രയും പറയാതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കുറ്റകരമായ മൗനം പാലിക്കുന്നു പ്രധാനമന്ത്രി എന്ന നിലയ്ക്കാണ് അതിൻ്റെ അർത്ഥം. എന്തുകൊണ്ടാണ് മുൻപ് ഇത്തരത്തിൽ പെരുമാറിയവരോട്, സംസാരിച്ചവരോട് വേണ്ട തരത്തിലുള്ള നടപടി ഉണ്ടായില്ല എന്ന് ആളുകളെ കൊണ്ട് പറയുന്നത്? സാറിന്റെ അഭിപ്രായത്തിൽ നിന്നും എനിക്ക് ഖണ്ഡിക്കാനൊന്നും പറ്റില്ല. അത്രമാത്രം പരിമിതമായ പ്രശ്നങ്ങളെ ഞങ്ങളുടെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് ഓൾ ഇന്ത്യ പ്രസിഡന്റ് പാർട്ടി ഉത്തരവാദിത്തമുള്ളവരെ വിളിച്ചു ചേർത്ത് പറഞ്ഞില്ലേ എന്താ ചെയ്യുക, എന്ത് നിങ്ങൾ പ്രവർത്തിക്കണം, എങ്ങനെ പെരുമാ, ആർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്. ഞാൻ പറഞ്ഞോട്ടെ, അമിത്ഷാ എടുത്തു. ഇപ്പൊ നേരത്തെ NBC പറഞ്ഞൊരു കാര്യം, ഇവിടെ കേരളത്തിൽ ഇതിന്റെ ഗുണഭോക്താക്കൾ ആരാ?
ഈ ഗുണഭോക്താക്കൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ ഗുണഭോക്താക്കൾ അവരെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്കറിയാലോ കണ്ണൂരിൽ പ്രശ്നം ഉണ്ടായ സമയത്ത് ഏതൊക്കെ ആളുടെ പേരിൽ വെക്കാൻ വേണ്ടി ചില ശ്രമങ്ങൾ ഗുണഭോക്താക്കൾ ആരാണെന്ന് ആരാണ് അവസാനമാണ് അറിയുക. രാജ്യം ഇത് ചർച്ച ചെയ്യുന്ന മാധ്യമങ്ങൾക്കെതിരെയാണ് പലപ്പോഴും മാധ്യമങ്ങൾക്കെതിരെയാണ് ഭീഷണി വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ബീഫ് കഴിക്കാൻ പാടില്ല, എന്ത് കഴിക്കണമെന്ന് തീരുമാനിക്കുന്നു, ഏതൊക്കെ സമുദായം എത്ര കുട്ടികളെ അവരുടെ ദമ്പതികൾ ഉണ്ടാക്കണം എന്ന് വരെ രാഷ്ട്രീയ കക്ഷികൾ പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തും? ഇത് മാധ്യമങ്ങൾ ചർച്ച ചെയ്യേണ്ടതല്ലേ? മാധ്യമധർമ്മത്തെക്കുറിച്ചാണ് ചർച്ച ഇപ്പോൾ. അല്ല, അത് ഏതായാലും ആ ഒരു വ്യതിയാനം നന്നായി ശ്രീ NPC. ഈ മാധ്യമങ്ങളുടെ പ്രധാന റോള് തന്നെ അതാണല്ലോ. നമ്മളെല്ലാം മാധ്യമപ്രവർത്തകരായ നമ്മൾ ചെയ്യുന്ന ജോലി സമൂഹം നമ്മളിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ, ഈ പറഞ്ഞ അസഹിഷ്ണുത വളരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ വിഭാഗീയത വളർത്തുമ്പോൾ, ഇതൊക്കെ നമുക്ക് അതിനോട് മോഹനിരിക്കാനോ നിശബ്ദത പാലിക്കാനോ പറ്റില്ല. സ്വാഭാവികമായിട്ടും നമ്മളെല്ലാം, അത് അച്ചടിയായാലും ദൃശ്യമാധ്യമങ്ങളായാലും നമ്മൾ ചർച്ച ചെയ്തേ മതിയാവും. അതാണ് സമൂഹം നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിലും വീണ്ടും അസഹിഷ്ണുത കാണിക്കുന്നതെന്ന് പറയുന്നത് ഇൻടോളറൻസിൻ്റെ എല്ലാ ലിമിറ്റും എക്സീഡ് ചെയ്ത് പോകുന്ന ഈ BJPയുടെ ഒരു നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് പത്മകുമാറിന് അത് ന്യായീകരിക്കാൻ വീണ്ടും തൂങ്ങിക്കിടന്ന് ന്യായീകരിക്കുന്നത്. അജിത്, തിരിച്ചു വരാം. പല കാര്യത്തിലും രാഷ്ട്രീയ കക്ഷികളുടെ സമവായം ഉണ്ടാകേണ്ടതുണ്ട്. പക്ഷേ മാധ്യമപ്രവർത്തനത്തിന്റെ കാര്യത്തിൽ മാധ്യമപ്രവർത്തകർക്ക് രാഷ്ട്രീയ കക്ഷി സമവായം ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇത്തരം പ്രശ്നങ്ങൾ ഉന്നയിക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതും മാധ്യമങ്ങളുടെ കടമയാണ് എന്ന നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് കേരളത്തിന്റെ 2ാം ഘട്ട തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനങ്ങളുടെ മനസ്സിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന വിഷയത്തിൽ പ്രശ്നതീക്ഷ്ണമായ ചർച്ച തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. പ്രാദേശിക പ്രശ്നങ്ങൾ, പ്രാദേശിക വികസന പ്രശ്നങ്ങൾ, അല്പം ചില നേട്ടങ്ങളുടെ കാര്യങ്ങൾ മാത്രമാണ് പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിൽ ചർച്ചാ വിഷയമാവുക എന്ന ഒരു വാദം നമ്മുടെ നാട്ടിൽ വളരെ ശക്തമാണ്. ഒരുപാട് പേർ അത് വിശ്വസിക്കുന്നവരായുണ്ട്, ഉന്നയിക്കുന്നവരായുണ്ട്. അവരുടെയൊക്കെ കണ്ണ് തെളിക്കുന്ന വിധത്തിലുള്ള വാർത്തകളാണ് ഉത്തരേന്ത്യയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഉത്തർപ്രദേശിൽ ഇപ്പോൾ പ്രാദേശിക തെരഞ്ഞെടുപ്പ് നടന്ന് അതിൻ്റെ വോട്ടുകൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പരമ്പരാഗത രീതിയിലുള്ള വോട്ടെണ്ണലായതുകൊണ്ട് അവിടെ നിന്നുള്ള ഫലങ്ങൾ വരുന്നത് വളരെ മന്ദഗതിയിലാണ് എന്ന് മാത്രം. അതിൻ്റെ ആദ്യത്തെ ചില വാർത്തകൾ ഇന്നൊക്കെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി. അതിലെ ചില വാർത്തകളിലേക്കാണ് ഞങ്ങൾ ഇപ്പോൾ പോകുന്നത്. UPയിൽ നിന്ന് ദേശീയ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യാഘാതം അവിടുത്തെ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി എന്നതിൻ്റെ ചില സൂചനകളാണ്. UPയിൽ BJPയെ പിടിച്ചു കുലുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിധി ഉണ്ടായിരിക്കുന്നു. പ്രധാനമന്ത്രി മോദിയുടെ സ്വന്തം മണ്ഡലമായ വാരാണസിയിൽ 58 സീറ്റിൽ 50-ലും BJP പരാജയപ്പെട്ടു എന്ന ഒരു സുപ്രധാന വാർത്തയാണ് ഞങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് തരുന്നത്. ഒപ്പം തന്നെ ലക്നൌവിൽ രാജ്നാഥ് സിംഗിന്റെ ആഭ്യന്തരമന്ത്രിയുടെ സ്വന്തം മണ്ഡലമായ ലക്നൌവിൽ 28 സീറ്റിൽ 24ലും BJP പരാജയപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം BJPക്ക് കൊടുത്ത ഒരു മണ്ഡലമാണിത്. കാൽരാജ് മിശ്രയുടെ മണ്ഡലം, കേന്ദ്രമന്ത്രിയായ കാൽരാജ് മിശ്രയുടെ മണ്ഡലം. UPയിലെ തന്നെ മറ്റൊരു മണ്ഡലം ദേവ്രയിൽ 56ൽ 49 സീറ്റിലും BJP തോറ്റു എന്ന ഒരു വാർത്ത കൂടിയാണ് ഉള്ളത്. ഇതുപോലെ തന്നെ ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ച് ജനങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നതിൻ്റെ മറ്റൊരു സൂചന കൂടി ഉത്തർപ്രദേശിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. അമേഠിയിൽ 8 സീറ്റുകളുടെ ഫലം വന്നപ്പോൾ 8 സീറ്റിലും കോൺഗ്രസിന് തോൽവി ഉണ്ടായി. സോണിയാഗാന്ധിയുടെ സ്വന്തം സ്ഥലമായ അമേഠിയിലാണ് ഈ സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. ഇതേപോലെ തന്നെയാണ് അമേഠിയിലും ഉണ്ടായത്. അവിടെയും കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് സാധാരണ ജനങ്ങൾ ചിന്തിക്കുന്നുണ്ട്, അവർ നിലപാടുകൾ എടുക്കുന്നുണ്ട്, അവരുടെ പ്രാദേശിക ബദലുകളിലേക്ക് തിരിയുന്നുണ്ട് എന്നതിൻ്റെ ഒരു സൂചനയായി ഇതിനെ കാണേണ്ട ഒരു ഘട്ടമാണ്. എന്തായാലും ഒരു മാധ്യമ പ്രവർത്തകനിൽ നിന്നാണ് ഞാനിവിടെ ഇത് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. അജിത് എന്തു പറയുന്നു? ഇപ്പോൾ നമുക്ക് ഇത് കണ്ടത് വളരെ വളരെ ഒരു ദിശാസൂചകമാണത്. അതൊരു ട്രെൻഡിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ്. UPയിൽ ഇപ്പോൾ അഖിലേഷ് യാദവിൻ്റെ സോഷ്യലിസ്റ്റ് SP ഭരിച്ചുകൊണ്ടിരിക്കുന്നു. BSPക്കാണ് നേട്ടം. പക്ഷേ
അല്ല അവർക്കും സെറ്റ് ബാക്ക് ഉണ്ടായി. പക്ഷേ അത് ഒരു ആന്റി ഇൻകംബൻസി ഫാക്ടർ എന്ന് പറയാൻ ന്യായീകരിച്ചാൽ പോലും പ്രധാനമന്ത്രിയുടെ സ്വന്തം തട്ടകമായ കാശിയിൽ, ബനാറസിൽ, വാരാണസിൽ ഇത്രയും സീറ്റ് ബി ജെ പിക്ക് നഷ്ടപ്പെട്ടു. സീറ്റല്ല നഷ്ടപ്പെടുന്നത്, അവിടെ പ്രധാനമന്ത്രിയുടെ മുഖമാണ് നഷ്ടപ്പെടുന്നത്. ബി ജെ പിയുടെ മേലുല്ലാസമാണ് ഇല്ലാതാകുന്നത്, ഗംഗയിൽ ഒഴുകിപ്പോവുകയാണ്. ഒരു 15-18 മാസം കൊണ്ട് ഇത്രമാത്രം ഭൂരിപക്ഷം തേടി വന്ന് രാജ്യം ഭരിക്കാനായിട്ട് ഒരുപാട് പ്രതീക്ഷകൾ കൊണ്ട് വന്ന ഒരു പ്രധാനമന്ത്രിയുടെ ഒരു തിരിച്ചുപോക്ക്, അദ്ദേഹത്തിൻ്റെ ഒരു താഴോട്ടിറക്കം ഇത്ര പെട്ടെന്നായി പോയി എന്നുള്ളത് നമ്മുടെ ഇന്ത്യയെ മുഴുവൻ ഞെട്ടിക്കുന്ന ഒരു വലിയ വളരെ പെട്ടെന്ന് നമുക്ക് അങ്ങനെ പറഞ്ഞു. പക്ഷെ ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി അതിൻ്റെ കൂടെ കാണുന്നു. BJP അവരുടെ പ്രതീക്ഷകൾ താഴോട്ട് പോകുന്ന തരത്തിൽ വരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി കോൺഗ്രസിനെയാണ് ജനങ്ങൾ ആശ്രയിക്കേണ്ടത്. അതും കാണുന്നില്ല. ഒരേപോലെ രാഷ്ട്രീയ സന്ദേശം അവിടെ കുറച്ച് നേട്ടം ഉണ്ടാക്കിയത് മായാവതിയുടെ പാർട്ടിയാണെന്ന് മനസ്സിലാക്കുന്നു. മുലായത്തിന്റെ അഖിലേഷ് യാദവിന്റെ പാർട്ടി അല്ല. അവർക്കെതിരെ ഈ പറഞ്ഞ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് വേണേൽ പറയാം. ഒരു 1.5 കൊല്ലത്തിനുള്ള അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ. പക്ഷേ ഇത് കോൺഗ്രസിന് അവിടെ പരാജയം സംഭവിച്ചത് അതൊരു യാഥാർത്ഥ്യമാണ്. അത് കോൺഗ്രസിന് ഈ കഴിഞ്ഞ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത പരാജയത്തിൽ നിന്നും ഉയർന്നെഴുതിട്ട് വരുന്നതേ ഉള്ളൂ. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് സത്യമായിട്ടും. അത് പക്ഷേ ഇവിടെ BJP ഈ ഒരു തിരിച്ചുപോക്കിലേക്ക് പോകുമ്പം ഒരു തിരിച്ചു വരവിലേക്ക് വരേണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാണെന്നുള്ളത് നിഷേധിക്കാനാവാത്തൊരു യാഥാർത്ഥ്യമാണ്. അത് വരും. ഇറ്റ് ഇസ് ഓൺലി ക്വസ്റ്റൻ ഓഫ് ടൈം. അതിനകത്ത് വേറെ ചോയ്സ് ഇല്ല. ഇന്ത്യക്ക് മറ്റൊരു ഓൾട്ടർനേറ്റീവ്. എന്താണ് ഇതിന്റെ ഈ വിധിയുടെ അർത്ഥങ്ങൾ? എന്താണ് ഈ വിധിയുടെ അർത്ഥം? ഒന്ന്, BJP കൗണ്ട് ഡൗൺ ആണ് നരേന്ദ്രമോദി. അത് ലോകം മുഴുവൻ അത് ഉറ്റുനോക്കി അതിൻ്റെ ഒരു കമൻറ്റും വന്നിട്ടുണ്ട്. റേറ്റിംഗ് ഏജൻസി, ലോകപ്രശസ്തമായ റേറ്റിംഗ് ഏജൻസിയുണ്ട് മൂഡീസ്. അവർ പറഞ്ഞു ഇത് ഇന്ത്യയുടെ ലോകത്ത് ആകെ ലോകരാജ്യങ്ങളെയും പ്രധാനമന്ത്രിമാരെയും അസസ് ചെയ്ത റേറ്റിംഗ് ഏജൻസി പറഞ്ഞു വളരെ താഴോട്ടാണ്, ഗ്രാഫ് താഴോട്ടാണ്. ഇത് വിദേശ രാജ്യങ്ങളിൽ ആ രാജ്യങ്ങളൊക്കെ ഇന്ത്യയെക്കുറിച്ച് അവർ പ്രതീക്ഷിച്ചിരുന്നതൊക്കെ അസ്ഥാനത്താകുകയാണ്. ഇവിടെ വലിയ സാമ്പത്തിക വളർച്ച, വലിയ വികസനം ഇതൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഒരു രാജ്യത്തൊരു സ്വൈര്യതയില്ല. ഇതേപോലെ സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷമാണെങ്കിൽ എന്ത് വികസനം? ഇതിനൊന്നും ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുമോ? വിദേശികൾ ആരെങ്കിലും പണം മുടക്കുമോ? തമ്മിൽ കഴുത്തറക്കുന്ന ഒരു നാട്, ചുട്ടുകൊല്ലുന്ന ഒരു നാടായി ഇന്ത്യ മാറിയാൽ ഇത് ലോകരാജ്യങ്ങൾ മറുപടി പറഞ്ഞിട്ട് ഞാൻ തീർത്തല്ല. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഈ പറയുന്നത് പോലെ ഇന്ത്യയുടെ മുഖച്ഛായ താഴോട്ട് പോവുകയാണ്, മോഡിയുടെ മുഖച്ഛായ താഴോട്ട് പോവുകയാണ്. കോൺഗ്രസിൻ്റെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കോൺഗ്രസ് ഇതേപോലെ ഒരു സമയമാണ്. ഇപ്പോൾ ഇവരെന്താ പറയുക, 29 സംസ്ഥാനങ്ങൾ, 20 സംസ്ഥാനങ്ങളിലും ബീഫിനെ നിരോധിച്ച, ഗോവധം നിരോധിച്ചത് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റാണ്. അവരും ഈ ഹിന്ദുത്വ പ്രീണനമാണ്, ഞങ്ങളാണ് ചാമ്പ്യന്മാർ, BJP അല്ല ഹിന്ദുക്കളുടെ വോട്ട് പിടിക്കാൻ, ഞങ്ങളുടെ നയം ഇതാണ്. അതാണ് കോൺഗ്രസിന് തിരിച്ചടി പറ്റുന്നത്. ആന്റണി രാജു, UP-യിൽ നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ നൽകുന്ന ഒരു വലിയ രാഷ്ട്രീയ സന്ദേശമുണ്ട്. അതായത് ഇവിടെ കാണുന്നത് ദേശീയ പാർട്ടികളായ BJPയും കോൺഗ്രസിനെ ഒരുപോലെ ജനങ്ങൾ പരാജയപ്പെടുത്തുന്നു. മറിച്ച് പ്രാദേശിക പാർട്ടികൾ വലിയ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നു. വലിയ രാഷ്ട്രീയ പാഠമാണെന്ന് പറഞ്ഞാൽ അതാണ് ദേശീയ പാർട്ടികൾ ഈ രാജ്യത്ത് അതിനേക്കാളും പ്രയോജനം ചെയ്യുന്നത് പ്രാദേശിക പാർട്ടികളാണെന്നുള്ള ഒരു സത്യം തിരിച്ചറിഞ്ഞത്. അതുകൊണ്ടാണ് ദേശീയ പാർട്ടികളായ BJPയും കോൺഗ്രസിനെയും ഒരുപോലെ പരാജയപ്പെടുത്തിക്കൊണ്ട് UP-യിലെ പ്രാദേശിക കക്ഷിയായ BSP ആയാലും SP ആയാലും അത് എന്ത് പേരിട്ടാലും പ്രാദേശിക കക്ഷിയാണെന്നതിന് തർക്കമില്ല. അതുകൊണ്ട് ഈ ചർച്ചയ്ക്ക് സഹായകമായി മറ്റൊരു തെരഞ്ഞെടുപ്പ് ഫലം കൂടിയുണ്ട്. ഒരുപക്ഷെ UP-ക്ക് പുറത്ത് മഹാരാഷ്ട്രയിൽ കല്യാൺ ദോംബിവലിയിൽ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് നടന്നു. അവിടെ ഇന്ത്യയിലും ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJPയും ശിവസേനയും അവിടെ പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു കാഴ്ചയുണ്ടായി. അത് വളരെ വലിയ നിർണായകമായ ഒരു മത്സരമായിട്ടാണ് ഇരുകൂട്ടരും എടുത്തത്. അവിടെ BJPയെ പുറകോട്ടടിച്ചുകൊണ്ട് കയറി വന്നിരിക്കുന്നു ശിവസേന. 122 സീറ്റിൽ 52ലും ശിവസേന. തമാശയാണ് തോന്നുന്നത്. കാര്യം ഞാൻ പറയാം, തമാശയാണ് തോന്നുന്നത്. എന്തെങ്കിലും ആവട്ടെ, ആമുഖം വെച്ച് പറഞ്ഞല്ലോ. ആമുഖം അവസാനമാണ് താങ്കൾ എപ്പോഴും പറയുന്നത്. ഞാൻ പറഞ്ഞു വിശദാംശങ്ങളാണ്. അല്ല, ഇവിടെ കഴിഞ്ഞതിന് ശിവസേനയും BJPയും കൂടെ ഒരുമിച്ച് മത്സരിച്ചപ്പോൾ ഞങ്ങൾക്ക് 50 സീറ്റ് കിട്ടിയില്ല. ഞാൻ പറഞ്ഞു തീർത്തിട്ട് പറഞ്ഞോടി പറയാം. ഇപ്പം ഞങ്ങൾക്ക് രണ്ടും കൂടെ 94 കിട്ടി. ഞങ്ങൾ രണ്ടുപേരും അവിടെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മാറി നിന്നാണ് മത്സരിച്ചത്. കഴിഞ്ഞ ഇതേ സ്ഥലത്ത് ഞങ്ങൾക്ക് കിട്ടിയത് 9 സീറ്റ്, ഇപ്പൊ കിട്ടിയത് 42 സീറ്റ്. ഞങ്ങൾ പരാജയപ്പെട്ടു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഇത് ലോകത്ത് ആരെങ്കിലും വിശ്വസിക്കുമോ? ശിവസേനയുടെ പുറകിലെത്തി. ഞാൻ അതല്ല, 9 സീറ്റേ ഉള്ളൂ. അപ്പൊ ശിവസേനയ്ക്ക് അന്ന് ഏകദേശം 41 സീറ്റ് ഉണ്ടായിരുന്നു.
ഇതേ സ്ഥലത്ത് ഞങ്ങൾക്ക് ഇപ്പൊ രണ്ടുപേരും കൂടെ അന്ന് 50 സീറ്റ് ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഇപ്പൊ 94 സീറ്റ്. രണ്ടുപേരും കൂടി ജയിച്ചു. പക്ഷേ തട്ടി മഹാരാഷ്ട്ര സർക്കാർ താഴെ പോകുമോ എന്ന ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞ കാര്യം ക്ലിയർ ആയി. ഇപ്പം പിന്നെ ഈ പത്മകുമാർ പറയുന്നത് പത്മകുമാറിന്റെ രാഷ്ട്രീയ വീക്ഷണം, അത് അദ്ദേഹത്തിന് നിലനിൽക്കാനുള്ള രാഷ്ട്രീയ വെപ്രാളമുണ്ട്. അതിന് ശരിയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം വന്നിരിക്കുന്ന വിവരങ്ങൾ വെച്ച് നോക്കുമ്പം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഈ മോദി ഫാക്ടർ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ആരംഭിക്കുന്ന ഘട്ടത്തിലൊക്കെ ഒരു മോദി ഫാക്ടർ നിലനിന്നിരുന്നു. ഏതൊക്കെയോ പ്ലെയിനിൽ ഇപ്പം അരുവിക്കര വരെ ഒരു ചെറുപ്പക്കാരെ ഒരു വൻതോതിൽ ഇളക്കി മറിക്കുന്ന ഏതോ ഒരു ഫാക്ടറാണ് മോഡി ഫാക്ടർ എന്നൊക്കെ ഇവരൊക്കെ പ്രസംഗിച്ചിരുന്നു. ഇപ്പോൾ മോഡിയെ മുൻനിർത്തി ഒരു BJP-യിലെ ഒരു നേതാവും പ്രസംഗിക്കുന്നതായി ഞാൻ കണ്ടില്ല ഇത്തവണ തെരഞ്ഞെടുപ്പിനകത്ത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങുന്ന സമയത്ത് തന്നെ കേരളത്തിലാകട്ടെ ഈ വെള്ളാപ്പള്ളിമാരുമായിട്ടുള്ള ബന്ധം, അതുപോലെ ദേശീയ തലത്തിൽ വരുന്ന അസഹിഷ്ണുതയുടെ വാർത്തകൾ, ഇതെല്ലാം ചേർത്ത് മോദിയെ മുൻനിർത്തി ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരവേല അസാധ്യമാണ് എന്ന മട്ടിലേക്കുള്ള സ്വാഭാവിക അറിവിലേക്ക് എത്തുന്നു BJP നേതാക്കൾ, പത്മകുമാർ അടക്കം. നല്ല കാര്യം. വേറൊരു കാര്യം കൂടി പറഞ്ഞുകൊള്ളാം. ശരിക്കും ശിവസേന തന്നെ പറഞ്ഞത്, ശിവസേന തന്നെ പറഞ്ഞത് മോദിയാണ് BJP-യുടെ അവസാന ഊർജം. ആ ഊർജം തീരുന്നതോടെ BJP എന്ന പാർട്ടി തകർന്ന് തരിപ്പണമാകും ഇന്ത്യയിൽ എന്നാണ് 2 ആഴ്ച മുമ്പ് അതിൻ്റെ ഉദ്ധവ് താക്കറെ തന്നെ പറഞ്ഞിരുന്നത്. നേതാവാണ് പറയുന്നത്. ശിവസേന വിലയിരുത്തലാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മോഡി ഫാക്ടർ താഴേക്ക് പോകുന്നതിൻ്റെ ചാർട്ടാണ് താങ്കൾ ഇപ്പോൾ ഞങ്ങൾക്ക് തെര്യപ്പെടുത്തിയത്. അത് വാരണാസിയിലായാലും എവിടെയായാലും. അങ്ങനെ വരുമ്പം മറ്റൊരു ശക്തി ഇവിടെ വളർന്നു വരുന്നുണ്ടോ, അതേക്കുറിച്ചാണല്ലോ ചർച്ച സത്യത്തിൽ വന്നത്. ഇപ്പോൾ അജിത്ത് പറഞ്ഞ കുറേ നാളുകൊണ്ട് കോൺഗ്രസ് തിരിച്ചു പിടിക്കും. പക്ഷേ അവിടെ നമ്മൾ അരുൺ ഷൂരിയുടെ ഒരു പ്രസ്താവന, അദ്ദേഹം BJP-യുടെ നേതാവാണ്, അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് പ്ലസ് പശു, അതാണ് ഇപ്പോൾ നടക്കുന്ന NDA ഭരണം. കോൺഗ്രസിൻ്റെ കൂടെ ഒരു പശുവിനെ കൂടെ കെട്ടിയാൽ, ബീഫ് വിവാദം കൂടി കെട്ടിയാൽ കൃത്യമായി NDA ഭരണമായി. ആ അർത്ഥത്തിൽ ഭരണരംഗത്ത് നിന്നിട്ട് 2 പാർട്ടികളുടെയും വിശ്വാസ്യത നഷ്ടപ്പെടുകയും, ബീഹാർ വളരെ കൃത്യമായി പറഞ്ഞാൽ 4ാം സ്ഥാനത്താണ് മുന്നണി മര്യാദയിൽ കോൺഗ്രസ് എത്തിച്ചേർന്നിരിക്കുന്നത്. 20-40 സീറ്റേ കോൺഗ്രസിന് കൊടുത്തിട്ടുള്ളൂ. ആ അർത്ഥത്തിൽ 3ാമത്തെ കക്ഷിയായി മുന്നണിയിൽ തന്നെ കോൺഗ്രസ് മാറുന്നു. അതുകൊണ്ട് കോൺഗ്രസ് വളരുമെന്ന പ്രതീക്ഷയ്ക്ക് എത്രത്തോളം സാങ്കത്യമുണ്ട് സംശയം എനിക്കുണ്ട്. പ്രാദേശിക ശക്തികൾ തന്നെയാണ്. ജോൺ തോമസ്, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. ഈ ചേരി, ഈ ഹിന്ദുത്വ ചേരി 2ആയി തിരിഞ്ഞു നിന്ന് ഏറ്റുമുട്ടിയാൽ അവർ പരസ്പരം മത്സരിക്കുന്നത് എന്തിന്റെ കാര്യത്തിലായിരിക്കും? അത് എന്തൊക്കെ സാമൂഹ്യ പ്രശ്നങ്ങളാണ് ഈ നാട്ടിൽ ഉണ്ടാക്കുക? BJP-യും ശിവസേനയും പരസ്പരം മത്സരിച്ചാൽ എന്ത് പറഞ്ഞുകൊണ്ടാണ്, എന്ത് കാര്യത്തിൽ കൂടുതൽ ഇത് വ്യക്തമാണ്. ഇത് വളരെ വ്യക്തമാണ്. നരേന്ദ്രമോദി അധികാരമേൽക്കുമ്പോൾ രാജ്യത്തെ അദ്ദേഹത്തിനെതിരെ നിൽക്കുന്നവരും അനുകൂലിക്കുന്നവരും എല്ലാം, പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ വളരെ, നേരത്തെ ഭാസ്കരേന്ദ്ര സാർ പറഞ്ഞു, ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. അദ്ദേഹം രാജ്യത്ത് എന്തെങ്കിലുമൊക്കെ നടത്തും, ഒരു പുരോഗമനപരമായ രീതിയിലേക്ക് ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷകളെല്ലാം കഴിഞ്ഞ കുറച്ച് നാളുകളിനകത്ത് അവസാനിക്കപ്പെട്ടിരിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ വിദേശ സന്ദർശനമാണെങ്കിലും, അദ്ദേഹം കോട്ട് ധരിച്ചതാണെങ്കിലും, അല്ലെങ്കിൽ പിന്നീട് വന്ന വിഭാഗീയ പ്രശ്നങ്ങളാണെങ്കിൽ തന്നെയും ഇതെല്ലാം നടത്തിയിരിക്കുന്നത് ഒരുപക്ഷെ അദ്ദേഹം അറിഞ്ഞുകൊണ്ടായിരിക്കണമെന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സുകൊണ്ടായിരിക്കാം. എന്ത് പറഞ്ഞിരുന്നാലും അതെല്ലാം ആത്യന്തികമായി ബാധിച്ചിരിക്കുന്നത് മോഡിയുടെ ഇമേജിനെ തന്നെയാണ്. ഈ ഇമേജ് നഷ്ടം ആത്യന്തികമായി BJP-യുടെ ദേശീയ തലത്തിൽ BJP-ക്കുണ്ടായ വളർച്ചയെ പ്രതിരോധിക്കപ്പെടും. ആ സ്പേസാണ് ഇപ്പോൾ ശിവസേനയോ അല്ലെങ്കിൽ മറ്റു പാർട്ടികളോ ഇപ്പോൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ശിവസേനയോ മറ്റു പാർട്ടികളോ ആ സ്പേസ് ഉപയോഗിക്കാൻ വിട്ടുകൊടുക്കുന്നു? കോൺഗ്രസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദേശീയ പ്രസ്ഥാനത്തിൽ വേരുള്ള ആ രാഷ്ട്രീയ കക്ഷിക്ക് തന്നെയല്ലേ അതിനുള്ള ഏറ്റവും രാഷ്ട്രീയമായ പൊട്ടൻഷ്യൽ ഉള്ളത്? എന്തുകൊണ്ട് അത് പ്രയോജനപ്പെടുത്താൻ പറ്റില്ല? ഈ ശിവസേന നമുക്കറിയാം, ശിവസേനയുടെ ആരംഭകാലം മുതൽ, ബാൽ താക്കറെ ഇത് ആരംഭിച്ച കാലം മുതൽ അവിടെ ഒരു ദക്ഷിണേന്ത്യൻ സമൂഹത്തിനെതിരായിട്ട്, പ്രത്യേകിച്ച് മലയാളികൾക്കെതിരായിട്ട്, മല്ലൂസ് അല്ലെ മലബാറീസ് എന്നവർ പറഞ്ഞവർക്കെതിരായിട്ടുള്ള അസഹിഷ്ണുതയുടെ പേരിലാണ് ആയിരുന്നല്ലോ. പക്ഷെ അന്നൊക്കെ അവർ ഈ പറഞ്ഞതിനേക്കാളും തീവ്ര നിലപാടാണ് എടുത്തിരുന്നത്. ഇപ്പോഴും അത് തന്നെ BJP-യേക്കാളും തീവ്ര നിലപാട്. ഇപ്പോൾ ഈ വണ്ണപ്മാൻഷിപ്പാണ് അവർ തീവ്രവാദം വളർത്തുന്നത്. ഹിന്ദു തീവ്രവാദം വളർത്തുന്നതിൽ ആരാണ് നീയോ ഞാനോ കേമോ എന്നുള്ള രീതിയിലാണ് ചർച്ച. 1. 2, ശ്രീ ഭാസ്കരേന്ദ്രബാബു പറഞ്ഞ ബീഹാറുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ. അവിടെ RJD നിതീഷും കോൺഗ്രസും ഒക്കെ ഒരുമിച്ച് മത്സരിക്കുന്നു. എന്തുകൊണ്ട് കോൺഗ്രസ് 3ാം സ്ഥാനത്ത് ഒതുങ്ങില്ല? ഈ BJP-ക്കും ഈ സംഘപരിവാർ കക്ഷികൾക്കും എതിരായിട്ടുള്ള ഒരു മുന്നണി ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് 3ാം സ്ഥാനത്താണെങ്കിൽ പോലും വേണ്ടില്ല അവിടുത്തെ സാഹചര്യം മനസ്സിലാക്കിയിട്ട് കോൺഗ്രസ് അതിനോട് ചേർന്നത്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയുള്ള മതേതര പാർട്ടികളെല്ലാം 1ാം നമ്പർ ശത്രു, എനിമി നമ്പർ 1 ഇപ്പം സംഘപരിവാറും BJP-യാണ്.
അത് അംഗീകരിച്ചുകൊണ്ടാണ്, ആ യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ടാണ്, ദൗർബല്യം മനസ്സിലാക്കിയിട്ടാണ് കോൺഗ്രസ് 40 സീറ്റെങ്കിൽ 40 സീറ്റിലേക്ക് അവിടെ ഇലക്ഷൻ ധാരണയിൽ എത്തിയത് ബീഹാറിൽ. എന്തുകൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് വരുന്നില്ല? ഈ പറയുന്ന മോദിയുടെ പ്രഭാവത്തിന് ഒരു വേലിയിറക്കം ഉണ്ടാകുന്നുണ്ട് എന്നത് സത്യമാണ്. എന്തുകൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് വരുന്നില്ല? നേരത്തെ താങ്കൾ പ്രാദേശിക രാഷ്ട്രീയ കക്ഷികളുടെ ഊർജ്ജം പറഞ്ഞു. എന്തുകൊണ്ട് ദേശീയ രാഷ്ട്രീയ കക്ഷിക്ക് ആ ഊർജ്ജം പ്രദാനം ചെയ്യാൻ കഴിയുന്നില്ല? അല്ല, ദേശീയ രാഷ്ട്രീയ കക്ഷി കഴിയാത്തതുകൊണ്ടാണല്ലോ പ്രാദേശിക കക്ഷികൾ എന്തുകൊണ്ട് കഴിയുന്നില്ല? അല്ല, അത് കോൺഗ്രസ് ആണ് മറുപടി പറയേണ്ടത്. എങ്കിലും അല്ല, എനിക്കിപ്പോ അതേക്കുറിച്ച് മറുപടി പറയാൻ കഴിയില്ല. അതെന്തുകൊണ്ടാണ് അധികം അത് പറയാത്തത്? കോൺഗ്രസ് ഒഴിഞ്ഞുമാറുകയാണ്. അല്ലല്ല, കോൺഗ്രസിന്റെ ഒരു സമീപനം നോക്കുക. ഇപ്പോൾ നവംബർ മാസം 22-ാം തീയതി ബലിദിനമായി ആചരിക്കുകയാണ്. ആരുടെ? മഹാത്മാഗാന്ധിയെ കൊന്ന നാഥറാം വിനായക് ഗോഡ്സെയുടെ അയാളെ തൂക്കിക്കൊന്ന ദിവസമാണ് നവംബർ 22. അന്ന് ബലിദിനമായി ആചരിക്കാൻ 130 പട്ടണങ്ങളിൽ ഗോഡ്സെയുടെ പ്രതിമ സ്ഥാപിക്കുകയും ചെയ്യുകയാണ്. ലണ്ടനിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റിന് മുമ്പിൽ കഴിഞ്ഞ മാസം ഗാന്ധിജിയുടെ പ്രതിമ സ്ഥാപിച്ചു. ഇവിടെ ഗാന്ധിയെ കൊന്നവരുടെ പ്രതിമ സ്ഥാപിക്കുന്നു. എന്നിട്ട് കോൺഗ്രസ് മിണ്ടുന്നുണ്ടോ? ആ തരയിലെത്തിയില്ലേ കോൺഗ്രസ്? വളരെ സീരിയസ് ആയാലും കൊല്ലം തുളസി, താങ്കൾക്ക് പറയാൻ രാജ്യത്ത് ഈ മോദിയുടെ ഫാക്ടർ കുറേ വാരണാസിയിലും മറ്റേ സ്ഥലത്തൊക്കെ BJPയുടെ പരാജയത്തെക്കുറിച്ചൊക്കെ വളരെയധികം ആശങ്കപ്പെടുകയും മോദി തളരുകയും ഇതെല്ലാം പറയുന്ന ആള് അമേഠിയിലും മറ്റേ എന്താണ് മറുപടി പറഞ്ഞില്ല, ആവേശം പറയുന്നില്ല. അപ്പൊ ഇതൊരു പക്ക ഒരു എനിക്ക് തോന്നുന്നത്, എനിക്കിതൊരു വെറും രാഷ്ട്രീയമായ ഒരു ഇതാണ്. ഒരു സ്വതസിദ്ധമായ കുറച്ച് കാര്യങ്ങളില്ല. രാഷ്ട്രീയമാണ് രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യുക. അതിനകത്ത് കുറച്ച് ന്യായങ്ങളും വേണം. വെറും കള്ളം പറയുക എന്ന് പറഞ്ഞാൽ ആ ചർച്ചകൾ അല്ല, അതൊരു സത്യമല്ലേ? അത് യാഥാർത്ഥ്യം അംഗീകരിക്കുന്നു. അല്ല, ഇതിനകത്ത് ഇപ്പം ശ്രീ അനന്തരവട്ടാണെന്ന് പറഞ്ഞ വളരെ ശ്രദ്ധാർഹമായൊരു കാര്യമാണ്. എപ്പോഴും ഫാസിസം ചെയ്യുന്നത് അത് മാറി വരുന്നൊരു ഭരണക്രമത്തിൽ ശരിക്കും ജനകീയ പ്രക്രിയയിലൂടെ തന്നെ അധികാരത്തിലേക്കാണല്ലോ മോഡി വന്നത്. അങ്ങനെ അധികാരത്തിലേക്ക് വരുമ്പോൾ ഫാസിസം എപ്പോഴും ചെയ്യുന്നത് പുതിയൊരു ചരിത്രബോധം സൃഷ്ടിക്കുക എന്നതാണ്. പഴയ ചരിത്രബോധത്തെ തകർത്ത് പുതിയൊരു ചരിത്രബോധത്തെ സൃഷ്ടിക്കലാണ് നാഥുറാം വിനായക് ഗോഡ്സെയുടെ പ്രതിമ അനാവരണം ചെയ്യുന്നത് വഴി അതിൻ്റെ പിന്നിലുള്ളവർ ശ്രദ്ധിക്കുന്നത്. അതൊരു ചരിത്ര ആഖ്യാനം, ചരിത്രത്തെ പുതിയതായിട്ട് വ്യാഖ്യാനിക്കുന്നു. ഞങ്ങൾ ഇന്നാണ് ചരിത്രം ആരംഭിക്കുന്നത് എന്ന നിലയ്ക്ക് വ്യാഖ്യാനിച്ചുകൊണ്ടാണ് വരുന്നത്. അങ്ങനെ വരുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നരേന്ദ്രമോദി അധികാരത്തിലേക്ക് വരുമ്പോൾ ഈ 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് വരികയാണല്ലോ കേരളത്തിൽ. അധികാരത്തിലേക്ക് വന്നതിന് ശേഷം ഫാസിസം അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞു എന്ന് തന്നെയാണ്. അധികാരത്തിൽ വന്ന ഫാസിസം ചിലപ്പം ജർമ്മനിയുടെ സ്വഭാവത്തിലായിരിക്കില്ല. അധികാരത്തിൽ വന്ന ഫാസിസം പല കാര്യങ്ങൾ, ബീഫിൻ്റെ കാര്യത്തിൽ, പുസ്തക നിരോധനത്തിൻ്റെ കാര്യത്തിൽ, അതുമാതിരി തന്നെ ഓരോരോ ചെറിയ കാര്യങ്ങൾ, ഇപ്പം പത്മകുമാർ പറഞ്ഞ അവിടെ നടന്ന ചെറിയ സംഭവം, ഇവിടെ നടന്ന ചെറിയ സംഭവം, ആ ഓരോരോ സംഭവങ്ങളിലും പുതിയ ചരിത്രം എഴുതി ഉണ്ടാക്കുകയാണ് ആനന്ദൻ. അതാണ് നാം കാണേണ്ടത്. അപ്പോൾ ഫാസിസം ഇനി എപ്പോഴെങ്കിലും വരാനിരിക്കുന്ന ഒരു കാര്യമല്ല, വന്നു കഴിഞ്ഞിരിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതിൽ ഇത്തരം കാര്യങ്ങൾ സത്യത്തിൽ സ്വന്തം പക്ഷത്ത് നിന്ന് ചിലർ തീവ്ര ആശയഗതികൾ ഉയർത്തുന്നത് ഏതെങ്കിലും പ്രസ്ഥാനത്തിന് അപരിചിതമായൊരു കാര്യമല്ല. പല പ്രസ്ഥാനങ്ങളും അത്തരം സ്ഥലത്ത് തീവ്രവാദികളും അല്ലാത്തവരും തമ്മിൽ വ്യക്തമായ അതിർവരമ്പ് വരയ്ക്കാൻ ബാധ്യസ്ഥതയുള്ളത് മേൽക്കൈയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിനാണ്. BJP ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ മുന്നോട്ട് വന്നാലല്ലേ ഗോഡ്സെ ദിനം ആചരിക്കുന്ന ഈ സംഘടന ഹിന്ദുസേനയുമൊക്കെ ആയിട്ട് ഒരു വേർതിരിവുണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ഈ വിളി ഫാസിസ്റ്റ് എന്ന ലോക ചരിത്രത്തിലെ ഏറ്റവും ഹീനമായ പദം ഉപയോഗിച്ച് സംബോധന ചെയ്യപ്പെടേണ്ട അവസ്ഥയിൽ ചരിത്രത്തിന് മുമ്പിൽ നിൽക്കും എന്നുള്ളത് ശരിയല്ലേ? ശരി തന്നെയാണ്. NBC പറയാനുള്ളത് ഈ ഫാസിസത്തിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. അല്ല, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. അങ്ങനെയല്ല, എല്ലാവരും മോഡിയെ 5 പേര് ഇരുന്നിട്ട് മോഡിയുടെ എല്ലാം തകർന്നു പോയി, എല്ലാം പറഞ്ഞതിന് ശേഷം എന്നോട് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എനിക്കത് പറയാതെ പോകുമ്പോൾ അതൊരു വളരെ മോശമായ ഒരു കാര്യം. ഞാൻ അല്പം പേര് ബാസുരേന്ദ്ര സാർ പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. ഈ പോൾ ജോസഫ് ഗീബൽസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ നമ്മുടെ ഈ ഫാസിസത്തിൽ അത് കണ്ടുപിടിക്കുക, അതൊരു പ്രധാന ആളാണ്. എന്ന് വെച്ചാൽ കല്ല് വെച്ച നട്ടാൽ പടയ്ക്കാത്ത നുണ 1000 തവണ പറയുക എന്ന് പറഞ്ഞാണ് പോൾ ജോസഫ് ഗീബൽസിന്റെ സ്വഭാവം, തന്ത്രം. അതാണ് ഇന്ന് ഇന്ത്യയിൽ നടക്കുന്നത്. ഈ പറഞ്ഞ മോഡിയുടെ ശക്തി കുറഞ്ഞതൊക്കെ എന്തായാലും ഞാൻ അതിനങ്ങ് വിടുന്നു. കാര്യം 8-ാം തീയതി നമ്മളെല്ലാവരും കാണുമല്ലോ
ഇവിടെ എവിടെയായാലും നമ്മൾ കേരളത്തിൽ കാണുമല്ലോ. അത് എനിക്ക് പറയാവസ്ഥ തന്നെ. നമ്മൾ മീഡിയകളെ പത്രങ്ങളെ വിശ്വസിക്കുന്നുണ്ട്, അതാണല്ലോ ചർച്ച ചെയ്യുന്നത്. ഇന്ന് കേരളത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു മലയാള പത്രമുണ്ട്, പ്രധാനപ്പെട്ട ഒരു പത്രം, പേര് വേണമെങ്കിൽ ഞാൻ പറയാം, മാതൃഭൂമി. അല്ല, ആദ്യത്തെ പേജ് എടുത്തൊന്ന് ഈ UP തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് വായിച്ചു നോക്കുക. പ്രധാന പാർട്ടികൾ, അതിലൊരു വാചകമാണ്, പ്രധാന പാർട്ടികളൊന്നും സ്ഥാനാർത്ഥികളെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല എന്നൊരു വാചകം ഈ കണക്കിന്റെ കൂട്ടത്തിലുണ്ട്. അല്ല, അപ്പൊ അത് നോക്കുമ്പോൾ പിന്നെ BJP തോറ്റുപോയി, കോൺഗ്രസ് തോറ്റുപോയി. അല്ല, അങ്ങനെയല്ല. അവിടെ സ്വതന്ത്ര ചിഹ്നത്തിൽ ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾ പറയുന്നത് 5 പേര് പറയുന്നത് ഞാൻ മിണ്ടാതെ നേരത്തെ എനിക്ക് അസ്വസ്ഥത തോന്നിയതുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്നല്ലോ. ആര് പറഞ്ഞു? ഒന്നും നിങ്ങൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് ഇപ്പൊ കുറെ സമയമായിട്ട് മാതൃഭൂമി പത്രത്തിൽ വളരെ ഗൗരവമായിട്ട് പ്രധാന പാർട്ടികളൊന്നും സ്ഥാനാർത്ഥികളെ ഞങ്ങളുടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് BJP മോഡിയുടെ പരാജയമാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് അല്ല, BJP ഞാനൊന്ന് പറഞ്ഞോട്ടെ. അവിടെ രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നത്തിൽ കൈപ്പത്തിയിലോ അരിവാൾ ചിറ്റികയിലോ മറ്റേ ആനയിലോ സൈക്കിളിലോ ഒന്നും ആരും മത്സരിച്ചില്ല. കുറെ ആളുകൾ മത്സരിച്ചു. ഇതെല്ലാം പ്രധാന പാർട്ടിയുടെ ആളുകളാണെന്ന് ഒരു പാർട്ടിയും അവിടെ പോയി പറഞ്ഞില്ല. ഒരു നേതാക്കന്മാരും അറിയപ്പെടുന്ന നേതാക്കന്മാർ പ്രചരണം നടത്തിയില്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇത് എനിക്കൊന്ന് പറയാനുള്ളത് ഇതാണ്. നിങ്ങൾക്ക് പറയാനുള്ള പറഞ്ഞോ, ഞാൻ എന്റെ വശം പറയാ. ഇതാണ് അവിടെ സംഭവിച്ചത്. ഇത് BJP തകരണം, അല്ലെങ്കിൽ മോഡിയുടെ പ്രഭാവം കുറയണം എന്ന് ആഗ്രഹിക്കുന്നു. ഈ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന് 72 സീറ്റ് നമ്മുടെ UP കിട്ടിയതിന് ശേഷം നടന്ന 11 അസംബ്ലി തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പരാജയപ്പെട്ടല്ലോ. അതിന് ശേഷമല്ലേ രാജസ്ഥാനും മഹാരാഷ്ട്രയും ഹരിയാനയൊക്കെ ഞങ്ങൾ ജയിച്ചത്. അപ്പൊ അത് അല്ല, മോദി ദത്തെടുത്ത പഞ്ചായത്തിൽ പരാജയപ്പെട്ടതോ? ഞാൻ അതിന് അവിടുത്തെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് പറഞ്ഞത്. അവിടെ മാത്രമല്ല, അസംഗഡ് അവിടെ മതേതരത്വത്തിന്റെ നിങ്ങൾ പറയുന്ന അനുസരിച്ച് മോഡി വർഗീയ ഫാസിസ്റ്റ് പരാജയപ്പെട്ടു. അവിടെ വിജയിപ്പിക്കേണ്ടത് മതേതരത്വത്തിന്റെ നോർത്ത് ഇന്ത്യയിലെ ഒരു പൊതു പ്രശ്നമാണിത്. അല്ലല്ല, ഈ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ട് വരുന്ന കാര്യത്തിൽ മാധ്യമങ്ങൾ ഒരു പങ്ക് വഹിച്ചിട്ടില്ല. ആ സ്ഥിതിയിൽ തന്നെയാണ് വിവിധ രാഷ്ട്രീയ കക്ഷികൾ ജയിച്ചെങ്കിൽ ജയിച്ചു എന്ന് പറയുന്നതും ഇത്തരത്തിൽ സാഹചര്യങ്ങൾ തന്നെയാണ്. നരേന്ദ്രമോദി പരമ്പരാഗത വോട്ടെണ്ണൽ രീതി അനുസരിച്ച് അതുകൊണ്ടാണ് ഇത്രയും സ്ലോ ആയിട്ടുള്ളത്. മത്സരിച്ചിട്ടില്ലെന്ന് പറയുന്നത് ശരിയല്ല. രാഷ്ട്രീയ പോരാട്ടമില്ലായിരുന്നു. പാർട്ടി ചിഹ്നത്തിൽ ആരും മത്സരിച്ചില്ല. ഒരു നാഷണൽ പാർട്ടിയും ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ ഇന്ന ആളാണെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇന്ന് മാതൃഭൂമിയിൽ വന്ന ന്യൂസാണ്. ഞാൻ എന്റെ ജന്മഭൂമിയിൽ വന്ന ന്യൂസ് അല്ല പറയുന്നത്. ഈ പറഞ്ഞൊരു കാര്യം അല്ല, അവിടെ UPയിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഇന്ന് കേരളമുദ്ര ഇതേ സംബന്ധിച്ചൊരു വാർത്തയുണ്ട്. പാർട്ടി നേതാക്കന്മാർ താമര ചിഹ്നത്തിൽ മത്സരിച്ചില്ലെങ്കിലും പാർട്ടി നേതാക്കന്മാരെല്ലാം മത്സരിച്ചു. അവിടെ ഈ അവിടുത്തെ ഒരു പ്രത്യേകതയാണ്. അത് വെച്ചുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത്. അല്ല, അതിൽ താമര ചിഹ്നത്തിൽ മത്സരിച്ചാൽ മേൽക്കൈ കിട്ടുമെങ്കിലും ചെയ്യാൻ പാടില്ലായിരുന്നോ? ഇത് മോഡിയുടെ പരാജയം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. മോഡിയുടെ വിജയമാണെന്ന് പറയാം. നിങ്ങൾക്ക് എതിർപ്പുള്ളവർക്ക് എന്തോടെ പറയാം. മോഡിയുടെ വിജയം ഇതാണ് അവിടെ മാത്രമല്ല, ഇപ്പൊ ഈ തിരുവനന്തപുരം കോർപ്പറേഷനില് BJP ഫോർട്ട് വാർഡിൽ മണി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. ഇന്നലെ പറഞ്ഞാണ്. അല്ല, ഒരു കാര്യം NBC, ഒരു കാര്യം, ഇവര് 7-ാം തീയതി വന്ന് പറയണം തിരുവനന്തപുരത്ത് ജയിക്കുമ്പോൾ മോഡിയുടെ വിജയമാണെന്ന് ഇവിടെ പറയണം. 7-ാം തീയതി ചർച്ചയ്ക്ക് വരില്ല എന്ന് ഉറപ്പായി. അതുകൂടെ പറയണം. തിരുവനന്തപുരം കോർപ്പറേഷൻ ഞങ്ങൾ ഭരിക്കുമ്പോ അന്ന് പറയണം മോഡിയാണ്. ഏതായാലും നമുക്ക് സംസ്ഥാന പ്രശ്നങ്ങളിലേക്ക് മടങ്ങി വരേണ്ട സമയമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉടനെ തന്നെ സംസ്ഥാന പ്രശ്നങ്ങളിലേക്ക് മടങ്ങി വരുന്നതായിരിക്കും. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ മടങ്ങി വരുന്നതായിരിക്കും.